ലൈറ്റ് ക്യാമറ ഒക്ടോബർ. അപ്പോൾ ഒക്ടോബർ മുതൽ നമ്മുടെ ദൃശ്യം 3 തുടങ്ങുകയാണ്. അപ്പോൾ അക്ഷയ് കുമാറല്ലോ അജയ് ദേവഗൻ നമ്മുടെ ദൃശ്യം 3ക്ക് മുമ്പ് പോയിട്ട് ജോർജ് കുട്ടിയുടെ കഥ അവിടെ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കവച്ച് വെച്ചിട്ട് നമ്മുടെ ദൃശ്യം 3 തുടങ്ങുകയാണ്. ഒക്ടോബർ മുതൽ തുടങ്ങുകയാണെന്നുള്ള വിവരമാണ് പറയാൻ കഴിയുന്നത്. ലാലേട്ടൻ തന്നെ ഷെയർ ചെയ്ത കാര്യമാണ്. സോ എക്സൈറ്റഡ് ആണ്. ദൃശ്യം 1ഉം 2ഉം എമ്മാതിരി പടാർന്ന് നമുക്കറിയാമായിരുന്നു. പ്രത്യേകിച്ച് ദൃശ്യം 2 തിയേറ്ററിൽ റിലീസ് ആയിട്ടില്ല. അത് തിയേറ്ററിൽ കാണാൻ പറ്റാത്ത കാരണം ഭയങ്കര മിസ്സായിരുന്നു. ഇപ്പോൾ റീ റിലീസിൻ്റെ കാലമൊക്കെ ആണല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും കാലത്ത് ദൃശ്യം 2ഉം റീ റിലീസ് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ദൃശ്യം 3 നല്ല സൂപ്പർ ഒരു ക്ലൈമാക്സ് ഉണ്ട്. അതിന് പറ്റിയൊരു സ്റ്റോറി കിട്ടിക്കഴിഞ്ഞാൽ കഥയിലേക്ക് കിടക്കുമെന്നാണ് ദൃശ്യം 2വിൻ്റെ സമയത്ത് ജിത്തു ജോസഫ് പറഞ്ഞ്. ഒരു കിടുക്കാച്ച സാധനം കിട്ടി കാണണം. ഒരുപാട് പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം വരുവാണെങ്കിൽ ഒരു മലയാളത്തിൻ്റെ പൊട്ടൻഷ്യൽ മാക്സിമം കാണിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ദൃശ്യം 3. സോ എക്സൈറ്റഡ്. ആ ന്യൂസ് കേട്ടപ്പോൾ തൊട്ട് അജയ് ദേവൻ ലാലേട്ടൻ്റെ ദൃശ്യം കഴിഞ്ഞിട്ട് മതി നിൻ്റെ ദൃശ്യം. മലയാളത്തിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയ കഥയല്ലേ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതല്ലേ അതിൻ്റെ ഒരു മര്യാദകേട് കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മര്യാദകേട് കാണിക്കുന്നതിന് ഞങ്ങൾ മലയാളികൾ ഒരു പടി മുമ്പില്ല. അപ്പോൾ കാണാം ദൃശ്യം 3 മലയാളിയുടെ തലയിൽ നിന്ന് വിരിഞ്ഞതും ഹിന്ദിക്കാരൻ്റെ തലയിൽ നിന്ന് വിരിഞ്ഞുള്ള ദൃശ്യം 3. കാരണം ദൃശ്യം 3ൻ്റെ ഹിന്ദി പതിപ്പിൻ്റെ കഥ ഈ പ്രാവശ്യം ജിത്തു ജോസഫ് അല്ല എന്നാണ് അറിയുന്നത്. നമുക്കൊരു കിടുക്കാച്ചി മത്സരം തന്നെ കാണാം. ഒരുപാട് കാത്തിരിക്കുന്നു. 2026 ആദ്യത്തെ രണ്ടാമത്തെ റിലീസായിട്ട് ലാലേട്ടൻ്റെ ദൃശ്യം 3 വരും. അത് കാണണം. എന്ത് എക്സൈറ്റഡ്. പടം ഇറങ്ങുന്നതിന് മുമ്പേ സഹദേവനൊക്കെ ഒന്ന് തിരിച്ചു വന്നാൽ മതിയായിരുന്നു. എന്നാലേ ഒരു കിക്ക് വരത്തുള്ളൂ. എന്നെപ്പോലെ തന്നെ എല്ലാ മലയാള സിനിമാ പ്രേമികളും എക്സൈറ്റഡ് ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കാം നമുക്ക്.